LDF കാവശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. കാവശ്ശേരി, തെന്നിലാപുരം, പാടൂർ ഭാഗങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് റാലി നടന്നത്. കഴനീച്ചുങ്കത്ത് റാലി സമാപിച്ചു. സമാപന യോഗം CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പ്രസക്തിയും എല്ലാവരും നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ മാഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഇനിയും ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. തിരുവറ്റക്കോട് ഒരു റാലി തുടങ്ങിയിട്ടുണ്ട്, അവിടെ എത്തുന്നതാണ്. ഇതൊന്ന് 3ാമത്തെ റാലിയാണ്. ഒരു റാലിയും കൂടി എത്തണം. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കേണ്ട സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഏകദേശം തീരുമാനിച്ചില്ല എല്ലാവരും. നമ്മൾ തീരുമാനിച്ചപ്പോഴാ നമുക്കെതിരായി നിൽക്കുന്നവരെ കൊണ്ട് നമുക്ക് അനുകൂലമായി തീരുമാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ നമ്മൾ എതിർക്കേണ്ടവരാരും ഈ നാട്ടിലുണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? എതിർക്കുന്നവർക്ക് കൂടി അവരുടെ താല്പര്യം കൂടി സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാനുള്ള സമീപനമാണ് സ്വീകരിച്ചത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് കഴിഞ്ഞ 10 വർഷക്കാലം നാം നടത്തിയതെന്ന് ഏത് നിഷ്പക്ഷ മതികൾക്കും അത് ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം തിരിച്ചറിയാൻ. എല്ലാ വിഭാഗക്കാർക്കുമായാണ് LDF വികസനം നടത്തുന്നതെന്നും എതിർപക്ഷത്തുള്ളവരെയും ചേർത്ത് നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രേമരാജൻ അധ്യക്ഷനായി. PP സുമോദ്, ബ്ലോക്ക് പ്രസിഡന്റ് T. കണ്ണൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വാസുദേവൻ തെന്നിലാപുരം, CPM ജില്ലാ കമ്മിറ്റി അംഗം KN സുകുമാരൻ, രത്നകുമാരി, ഗിരിജാചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കാവശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജനീഷ് സ്വാഗതവും പാടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. വേലായുധൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.